Hello, it's me Tafsira once again. Welcome back to our channel. ഇന്ന് ഞാൻ ഈ സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ടാണ് കേട്ടോ ക്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു മീഡിയം സൈസിലുള്ള സ്റ്റീൽ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റീൽ ഗ്ലാസ് ഇല്ലാത്തവർ എന്താ പറയുക, നമുക്ക് ചെറിയ ബോട്ടിൽ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കപ്പ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എടുക്കുക. കുഴപ്പമില്ല, നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും ഏത് രീതിയിലുള്ള എടുക്കേണ്ടതെന്നുള്ളതൊക്കെ. പിന്നെ നമുക്ക് ഗ്ലൂ ഗണ്ണാണ് വേണ്ടത്. ഗ്ലൂ ഗണ്ണും ഈ സ്റ്റീൽ ഗ്ലാസ് മാത്രം മതി ഈ ഒരു ക്രാഫ്റ്റിന് കേട്ടോ. വേറെ കളറോ പെയിൻറ്റോ അങ്ങനെ ഉള്ളൊന്നും വേണ്ട. അപ്പോൾ നന്നായിട്ട് ഗ്ലൂ ചൂടായതിന് ശേഷം ഇതുപോലെ താഴെ ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല കട്ടിക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുക താഴെ ഭാഗം. പിന്നെ നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല. പിന്നെ നമ്മൾ മുകൾ വശത്തേക്ക് ഇങ്ങനെ ലൈനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റീൽ ഗ്ലാസ് നമ്മൾ ഈ നന്നായിട്ട് ചൂടായിട്ടുള്ള ഗ്ലൂ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റീൽ ഗ്ലാസ്സുമേ ഈ ഹോട്ട് ഗ്ലൂ വരുമ്പോൾ നല്ല സ്റ്റീൽ ഗ്ലാസ് നല്ല ചൂടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളൊക്കെയാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഉമ്മമാരെ ഹെൽപ്പ് ചോദിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ അതുപോലെ ലൈന് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ടാവും സ്റ്റീൽ ഗ്ലാസ്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഞാൻ വീണ്ടും പറയുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്ലൂ ഗൺ തന്നെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം കൈമ ഗമ്മായാൽ നന്നായിട്ട് പൊള്ളും കേട്ടോ, അതൊക്കെ ശ്രദ്ധിക്കാം. അപ്പോൾ ഇതുപോലെ അടിവശം കഴിഞ്ഞതിന് ശേഷം മുകളിൽ ഇതുപോലെ ഇങ്ങനെ ലൈന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റീൽ ഗ്ലാസ് ഫുള്ളായിട്ട് ഇതുപോലെ ലൈന് കൊടുക്കുക കേട്ടോ. ആദ്യം നമ്മൾ ഇതുപോലെ നേരെയാണല്ലോ വരച്ചു കൊടുത്തത്. അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ അതിനെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകൾ വശം വരെ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊരു കള്ളി അങ്ങനെയുള്ള ഡിസൈനാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഫുള്ളായിട്ട് അങ്ങനെ ചെയ്തെടുക്കുക. കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇങ്ങനെ ലൈൻ കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഗ്ലൂ കുറച്ച് അപ്ലൈ ചെയ്യരുത്, പിശുക്കത്തരം കാണിക്കരുത്. നമുക്ക് ഈ ഗ്ലൂ ഗണ്ണ് മാത്രമാണ് ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയുള്ളൂ, ഈ ഒരു സ്റ്റീൽ ഗ്ലാസ്സും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിക്നെസ്സോട് കൂടി തന്നെ ഇതുപോലെ ചെയ്തെടുക്കുക, ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതായത് നിങ്ങൾ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലുമൊക്കെ ഈ ക്രാഫ്റ്റിനോട് DIY ഐഡിയാസിനോടും, പിന്നെ നമ്മൾ ഫ്രെയിം വർക്കുകളൊക്കെ ചെയ്യാറുണ്ട്, സേവ് ദ ഡേറ്റ് വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനോട് താല്പര്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ക്രാഫ്റ്റിനോട് മാത്രം ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഷെയർ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഡ്രൈ ആവാനായിട്ട് വെക്കാം. അതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആവണേ. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഇതിങ്ങനെ സാവധാനം അതിമൊന്ന് പറിച്ചെടുക്കുക, സ്റ്റീൽ ഗ്ലാസ്സുമൊന്ന് പറിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ഫ്ലവർ വേസാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റീൽ ഗ്ലാസ് പിന്നെ നമുക്ക് ആവശ്യമില്ല, അത് സാവധാനം ആദ്യമൊന്ന് പറിച്ചെടുത്താൽ ഈ ഗ്ലാസിൻ്റെ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ ബോട്ടിലെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള ബോട്ടിലാണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും എങ്ങനെയുള്ള ബോട്ടിലാണ് എടുക്കേണ്ടതെന്നുള്ള, ഗ്ലാസ്സാണ് എടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ എനിക്ക് വേഗം കിട്ടിയത് സ്റ്റീൽ ഗ്ലാസ്സാണ്. അപ്പോൾ അതുകൊണ്ട് അതെടുത്തു. അല്ലാതെ സ്റ്റീൽ ഗ്ലാസ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അതുപോലെ ഒരു സ്കെയിലൊക്കെ വെച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടു. അത് കൂടുതലായിട്ട് നമ്മൾ അതിന് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതാക്കരുത്, കാരണം പിന്നെ അതിൻ്റെ ആ കള്ളികളൊക്കെ ചിലപ്പോൾ വിട്ടു പോരാൻ ചാൻസ് ഉണ്ട്. സാവധാനം ഇതുപോലെ ഇതാക്കി കൊടുക്കുക കേട്ടോ, അയച്ചെടുക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് സ്പീഡുണ്ട്, കാരണം ഞാൻ വീഡിയോ അധികം സ്പീഡ് കൂട്ടിയിട്ടാണ് എടുക്കലുള്ളത്. അല്ല അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്താൽ നമുക്ക് പറയൽ രണ്ടും കൂടെ നടക്കില്ല. അങ്ങനെ ഇതാണ് നമ്മുടെ സംഭവം. കാണാൻ നല്ല ക്യൂട്ട്, ഒരു ട്രാൻസ്പെറൻറ്റ് ഫ്ലവർ വേസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. സംഭവം നല്ല ക്യൂട്ടായിട്ടുണ്ട്. നമ്മൾ ഗ്ലൂ ഗണ്ണ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്യാം. എനിക്ക് തോന്നിയിട്ടുള്ളത് പെയിൻറ്റ് ചെയ്താൽ ഇതിൻ്റെ ഒരു ലുക്ക് പോകും. നമുക്ക് ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നല്ല വെയിറ്റുള്ള ഫ്ലവറൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ മറിഞ്ഞ് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സിമ്പിളായിട്ടുള്ളൊരു കനല്ലാത്ത 1-2 ഫ്ലവറൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഹെവി ആയിട്ട്, അതായത് നല്ല
വെയിറ്റുള്ള ഫ്ലവറൊക്കെ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ നിറച്ചിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും കളർ കല്ലുകളോ കാണാൻ ഭംഗിയുള്ള കളർ കല്ലുകൾ പുറത്തേക്ക് കാണുമല്ലോ, ട്രാൻസ്പെറൻറ്റ് ഫ്ലവർ വേസ് ആയതുകൊണ്ട് പുറത്തേക്ക് കാണാം. അപ്പോൾ കളർ കല്ലുകളോ കാണാൻ ഭംഗിയുള്ള എന്തെങ്കിലുമൊക്കെ വെയിറ്റുള്ളതൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിൽ നമുക്ക് ഫ്ലവർ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചിരുന്നു എന്ന് മാത്രം. സംഭവം ഏതായാലും കിടുവാണ്, രക്ഷയില്ല. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നത് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.